നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാള സിനിമയിൽ ബാലതാരമായി എത്തി പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ നടൻ ഹരിമുരളിയുടെ വിയോഗം സിനിമാ ലോകത്തിന് മുഴുവൻ വലിയൊരു ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. 27 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹരിക്ക്. രസികൻ എന്ന ചിത്രത്തിലെ പ്രകടനത്തിലൂടെ മലയാളിക്ക് പ്രിയപ്പെട്ടവനായി മാറിയ ഹരി ഈ ചിത്രത്തിൽ പറഞ്ഞ ഒരൊറ്റ ഡയലോഗിലൂടെ ഹരിമുരളി പ്രേക്ഷക ശ്രദ്ധ നേടി. ഇടക്കാലത്ത് കടുത്ത വിഷാദത്തിലായിരുന്നു ഹരിമുരളി എന്ന് അടുത്ത സുഹൃത്തുക്കൾ പോലും പറഞ്ഞിരുന്നു. 2 വർഷം മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിൽ കുടുംബത്തെക്കുറിച്ചും സിനിമാ സെറ്റിലെ ഓർമ്മകളും ഹരിമുരളി പങ്കുവച്ചിരുന്നു. ആ വീഡിയോ ഇപ്പോൾ വീണ്ടും വൈറലാകുകയാണ്. നടൻ ദിലീപിനെ കുറിച്ച് ഹരിമുരളി പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. അമ്മയെക്കുറിച്ചാണ് ഹരി ആദ്യം സംസാരിച്ചത്. അമ്മയെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾക്ക് ഹരി പ്രസന്ന മുരളി എന്ന് പേര് നൽകിയത്. അമ്മ അടിപൊളിയാണ്, എന്നെപ്പോലെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതക്കാരിയാണ്. പെട്ടെന്ന് ഇമോഷണൽ ആകും, പെട്ടെന്ന് ദേഷ്യപ്പെടും. അമ്മയാണ് എൻ്റെ കോസ്റ്റ്യൂംസ് ഒക്കെ സെലക്ട് ചെയ്യുന്നത്. അന്നും ഇന്നും ഇനി അങ്ങോട്ടും അമ്മ തന്നെയായിരിക്കും സെലക്ട് ചെയ്യുന്നത് എന്നായിരുന്നു ഹരി പറഞ്ഞത്. എനിക്ക് എഴുത്ത് ഭയങ്കര ഇഷ്ടമാണ്. 10 വർഷമേ ആയിട്ടുള്ളൂ എഴുത്തിലേക്ക് വന്നിട്ട്. സിനിമ വിട്ടപ്പോൾ വന്ന ശൂന്യത മാറാനാണ് എഴുതി തുടങ്ങിയത്. ഇപ്പോഴത്തെ മലയാള സിനിമകൾക്ക് റിപ്പീറ്റ് വാല്യൂ ഇല്ലാത്തതായി തോന്നിയിട്ടുണ്ട്. ചില സിനിമകൾ മാത്രമേ കോണ്ടന്റ് രീതിയിലും മികച്ചതായി ഉള്ളൂ എന്നും ഹരി പറഞ്ഞു. രസികൻ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേരിൽ തന്നെ ഇന്നും ആളുകൾ ഓർത്തിരിക്കുന്നതിൽ താൻ സർപ്രൈസ്ഡ് ആണെന്നും താരം പറഞ്ഞു. ഒപ്പം നടൻ ദിലീപിനെ കുറിച്ചും പറഞ്ഞിരുന്നു. രസികനിൽ ഹരിയുടെ മാമന്റെ വേഷമാണ് ദിലീപ് ചെയ്തത്. കുട്ടിച്ചാത്തൻ കണ്ടിട്ടാകും എന്നെ എല്ലാവരും ഓർത്തിരിക്കുക എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ആളുകൾ എന്നെ ഓർമ്മിക്കുന്നത് രസികൻ സിനിമയിലെ പേരില്ലാത്ത എൻ്റെ കഥാപാത്രത്തിലൂടെയാണ്. അതിപ്പോഴും എനിക്ക് സർപ്രൈസ് ആണ്. ഓർക്കാൻ ഒരുപാട് ഓർമ്മകളുള്ള ലൊക്കേഷൻ ആയിരുന്നു രസികന്റേത്. ഇപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാണ് ദിലീപേട്ടൻ. അദ്ദേഹത്തോടൊപ്പവും ഒരുപാട് ഓർമ്മകളുണ്ട്. ആദ്യ സിനിമയിൽ ദിലീപേട്ടനൊപ്പം അഭിനയിച്ചതുകൊണ്ടാവാം ആ ബന്ധം എന്നും ഉണ്ടായിരുന്നു. രസികൻ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്കും ദിലീപേട്ടൻ്റെ മകൾ മീനാക്ഷിക്കും ഏകദേശം ഒരേ പ്രായമായിരുന്നു. മീനാക്ഷിയോടുള്ള അതേ സ്നേഹം ദിലീപേട്ടൻ എന്നോടും കാണിക്കുമായിരുന്നു. ലൊക്കേഷനിൽ ഇടയ്ക്ക് മീനാക്ഷി വരാറുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നല്ല കമ്പനിയായിരുന്നു. ശേഷം അന്നൊരു ടോക്ക് ഷോയിൽ ദിലീപേട്ടൻ പറഞ്ഞിരുന്നു, മീനാക്ഷിയും ഹരിയും നല്ല കമ്പനിയായിരുന്നു, അതുകൊണ്ട് എൻ്റെ മോളെ ഇവനെങ്ങാനും അടിച്ചുകൊണ്ട് പോകുമോ എന്ന് പേടിയുണ്ടായിരുന്നുവെന്ന്. ഇപ്പോൾ മീനാക്ഷിയുമായി കമ്പനിയില്ല, പക്ഷേ ദിലീപേട്ടനുമായിട്ടുണ്ട്. അതേ ഷോയിൽ എൻ്റെ പെറ്റാണ് ഹരിമുരളി എന്ന് അദ്ദേഹം പറഞ്ഞതും വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത് എന്നാണ് അന്ന് അഭിമുഖത്തിൽ ഹരിമുരളി പറഞ്ഞത്. 45ഓളം സീരിയലുകളിലും 15ഓളം സിനിമകളിലും അഭിനയിച്ചതോടെ ഒരു സെലിബ്രിറ്റി സ്റ്റാൻഡം സ്കൂളിൽ വന്നിരുന്നു. അതൊക്കെ കാരണം കൂട്ടുകാരൊന്നും കളിക്കാൻ കൂട്ടാതെയായി. അതിൻ്റെയൊക്കെ കാരണമായിട്ട് കൂടെയാണ് അഭിനയത്തിൽ നിന്നും മാറി നിന്നത്. അമർ അക്ബർ അന്തോണി എന്ന ചിത്രത്തിലാണ് ഏറ്റവും അവസാനം ഹരിമുരളി അഭിനയിച്ചത്. നാടക സിനിമാ നടൻ പയ്യന്നൂർ മുരളിയുടെയും പ്രസന്നയുടെയും മകനാണ് ഹരിമുരളി. രസികൻ, അണ്ണൻ തമ്പി, മാടമ്പി തുടങ്ങിയ 50ഓളം ജനപ്രിയ ചിത്രങ്ങളിൽ ഹരിമുരളി ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട്. അപരിചിതരോട് പോലും സ്നേഹത്തോട് പെരുമാറുന്ന ഹരിമുരളിയുടെ ചിരിക്കുന്ന മുഖം പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ മായാതെ നിൽക്കുകയാണ്. 2-3 ദിവസങ്ങൾക്ക് മുൻപ് പോലും നാട്ടിലെ തെയ്യത്തിന് പലരും ഹരിമുരളിയെ കണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഇടക്കാലത്ത് കടുത്ത വിഷാദത്തിലായിരുന്നു ഹരിമുരളി എന്ന് അടുത്ത സുഹൃത്തുക്കൾ പോലും പറഞ്ഞിരുന്നു. സമൂഹ മാധ്യമ അക്കൗണ്ടുകളെല്ലാം ഇതോടെ പൂട്ടി. പക്ഷേ കലാകാരന്റെ മനസ്സും ജീവിതവും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കുടുംബം എന്നും ഹരിയെ ചേർത്ത് പിടിച്ചിരുന്നുവെന്നും സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു. നാട് പയ്യന്നൂരാണെങ്കിലും ദീർഘകാലമായി കൊച്ചിയിലാണ് ഹരിമുരളിയും കുടുംബവും. ഏറെ കാലത്തിന് ശേഷം നാട്ടിലൊരു വിവാഹത്തിന് പങ്കെടുക്കാനും മറ്റുമായി എത്തിയതായിരുന്നു. അതിനിടയിലാണ് നടന്റെ അപ്രതീക്ഷിത വേർപാട്. അച്ഛൻ പയ്യന്നൂർ മുരളി ഒരു നാടക സംവിധായകനും നടനുമായിരുന്നതിനാൽ ഹരി വളർന്നത് നാടക ക്യാമ്പുകളിലായിരുന്നു. പ്രിയപ്പെട്ടവർ അവനെ അപ്പൂസ് എന്നാണ് വിളിച്ചിരുന്നത്. ചെറുപ്രായത്തിലെ അഭിനയത്തിൽ ഹരിശ്രീ കുറിച്ച ഹരിമുരളി പിന്നീട് 40ഓളം സീരിയലുകളിൽ അഭിനയിച്ചിരുന്നു. കായംകുളം കൊച്ചുണ്ണിയിൽ കൊച്ചുണ്ണിയുടെ മകന്റെ വേഷത്തിലായിരുന്നു ഹരി എത്തിയത്. രഹസ്യം എന്ന സീരിയലിലും ഹരിയുടെ ജനപ്രീതി വർദ്ധിച്ചു. കുട്ടിച്ചാത്തനായിരുന്നു താരം അവസാനമായി അഭിനയിച്ച സീരിയൽ. എന്നാൽ സീരിയലിലൂടെ ലഭിച്ച ജനപ്രീതി ഉൾക്കൊള്ളാൻ കഴിയുന്ന പ്രായമായിരുന്നില്ല അന്നത്തേതെന്ന് എന്നായിരുന്നു പിന്നീട് ഹരിമുരളി വെളിപ്പെടുത്തിയത്. കാണുന്നവരെല്ലാം തിരിച്ചറിയുമ്പോഴും സ്നേഹത്തോട് ചേർത്ത് പിടിക്കുമ്പോഴും ഇതൊക്കെ എന്തിനാണ് എന്നൊരു സംശയമായിരുന്നു ഹരിക്ക്. അടുത്ത വീട്ടിലെ കുട്ടികൾ കളിക്കാൻ കൂട്ടുന്നില്ല എന്ന സങ്കടമായിരുന്നു അപ്പോഴൊക്കെ. സിനിമയിലും സീരിയലിലും അഭിനയിക്കുന്ന കുട്ടി എന്ന ലേബൽ സമപ്രായക്കാർക്കിടയിൽ അകലം സൃഷ്ടിച്ചു. അതൊഴിവാക്കാൻ അഭിനയം നിർത്തുക എന്ന തീരുമാനമായിരുന്നു അക്കാലത്ത് ഹരിമുരളി സ്വീകരിച്ചത്. പിന്നീട് അമർ അക്ബർ അന്തോണിയിൽ അഭിനേതാവ് എന്ന നിലയിൽ പ്രത്യക്ഷപ്പെട്ടത്. സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയായിരുന്നു അന്ന് അഭിനയിച്ചത്. സിനിമയിൽ നല്ലൊരു തിരിച്ചുവരവ് ആഗ്രഹിച്ചിരുന്നു ഹരിമുരളി.
സിനിമ തന്നെയായിരുന്നു മനസ്സിലും. സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം സിനിമയും നാടകവുമായും ബന്ധമുള്ളവർ. ചിദംബരം, ഗണപതി, ദീപക് പറമ്പോൾ, ബാബു അന്നൂർ, മനോജ് കെ ജയു തുടങ്ങി നിരവധി താരങ്ങൾ ഹരിയുടെ ബന്ധുക്കളാണ്. അഭിനയത്തിൽ സജീവമല്ലാതിരുന്ന താരം എറണാകുളത്ത് ഗ്രാഫിക് ഡിസൈനറായി ജോലി ചെയ്യുകയായിരുന്നു. സീരിയലിലൂടെയാണ് ഹരി അഭിനയ രംഗത്ത് എത്തുന്നത്. MA നസീറാണ് സീരിയലിൽ ചെറിയ വേഷം ചെയ്യാൻ അന്നേരം 4.5 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഹരിയെ വിളിക്കുന്നത്. രസികനാണ് ആദ്യ സിനിമ. രസികനിലെ വേഷം പ്രേക്ഷക ശ്രദ്ധ നേടി. ആ കുഞ്ഞു വികൃതി പയ്യന് ദിലീപിന്റെ കഥാപാത്രമിട്ട പേരും ഹിറ്റായി, കടവാവൽ. രസികന് ശേഷം അൻവർ സംവിധാനം ചെയ്ത അണ്ണൻ തമ്പി, മാടമ്പി, ഡോൺ, പട്ടണത്തിൽ ഭൂതം തുടങ്ങി ഉലകം ചുറ്റും വാലിഭൻ വരെ 10-15ഓളം സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ചു. കുട്ടിച്ചാത്തൻ, മാംഗല്യം, കായംകുളം കൊച്ചുണ്ണി തുടങ്ങിയ 40ഓളം സീരിയലുകളിലും അഭിനയിച്ചിരുന്നു. പഠിക്കാനും മറ്റുമായി അഭിനയ രംഗത്തു നിന്നും വിട്ടുനിന്ന ഹരി വർഷങ്ങൾക്ക് ശേഷമാണ് അമർ അക്ബർ അന്തോണിയിൽ ചെറിയൊരു വേഷത്തിലൂടെ തിരിച്ചു വന്നത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.